നെൽകൃഷിക്കാരുടെ കുടിശ്ശികകളെല്ലാം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ നടപടികൾ ആരംഭിച്ചതായി സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തും ചേർന്ന് കിളിരൂർ സെന്റ് ഫ്രാൻസിസ് ഡി സാലസ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. കൃഷിയെ ഏറ്റവുമധികം പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണ് നിലവിലുള്ളത്. ഹരിത കേരളം പദ്ധതിയിലൂടെ ഹെക്ടർ കണക്കിന് തരിശുനിലങ്ങളിൽ പുതിയതായി കൃഷി ഇറക്കി. ഒരു മുറം പച്ചക്കറി അടക്കം വിവിധ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കി പച്ചക്കറി കൃഷിയിൽ വലിയ കുതിപ്പ് സംസ്ഥാനത്ത് നടത്താനായി. 5 ലക്ഷം ടണ്ണിൽ നിന്ന് 18 ലക്ഷം ടണ്ണിനധികമായി പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കാനായി. സഹകരണ മേഖലയും കാർഷിക മേഖലയുമായി ചേർന്ന് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നു. 12 ലക്ഷം ടണ്ണോളം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു. വിദേശ വിപണിയിലെ സാധ്യതകളടക്കം ഉപയോഗിച്ച് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികളാണ് സഹകരണ മേഖല നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയ്ക്കും കർഷകർക്കും ഇത് ഗുണകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൊല്ലവർഷത്തിൻ്റെ ആരംഭമെന്ന രൂപത്തിൽ ചിങ്ങമൊന്നിനെ പൊന്നിൻ ചിങ്ങമെന്നാണ് എല്ലായ്പ്പോഴും കൃഷിക്കാരടക്കം സംബോധന ചെയ്യുന്നത്. പഞ്ഞക്കർക്കിടകത്തിൻ്റെ ഏറ്റവും വിഷമകരമായ സാഹചര്യങ്ങൾ അവസാനിച്ച് പൊന്നിൻ ചിങ്ങം പിറക്കുമ്പോൾ സമൃദ്ധമായ വിളവെടുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ ഒരു കാർഷിക സംസ്കാരം പിറവിയെടുക്കുന്നതിൻ്റെയും വലിയ രൂപത്തിലുള്ള സന്ദർഭമാണ്. നമ്മുടെ ഈ ദിനം കർഷക ദിനമായി ആചരിച്ചു വരികയാണ്. ഇന്ന് കൃഷിയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. ഘട്ടത്തിൽ നമ്മൾ 4 മിഷനുകൾ ഏറ്റെടുത്തപ്പോൾ ആ 4 മിഷനുകളിലൊന്ന് ഹരിത കേരളം പദ്ധതിയായിരുന്നു. അതിൽ പ്രാധാന്യം കൊടുത്തത് നെൽകൃഷിയടക്കം തരിശു ഭൂമികൾ കൃഷി ചെയ്തുകൊണ്ട് നെൽകൃഷിയടക്കം മുന്നോട്ട് വരുന്ന സമീപനമായിരുന്നു. അത് വൻതോതിൽ വിജയകരമായി മാറി എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാ അനുഭവങ്ങൾ. മറ്റൊന്ന്, വീട്ടുമുറ്റത്തടക്കം നമുക്ക് ഒരു മുറം പച്ചക്കറി എന്ന രൂപത്തിലുള്ള പച്ചക്കറി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ മുമ്പ് 5 ലക്ഷം ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥാനത്ത് 18 ലക്ഷത്തിൽ പരം ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കേരളം മാറി എന്നത് കാർഷിക മേഖലയുടെ പുരോഗതിയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. മുതിർന്ന കർഷകൻ നായങ്കേരിച്ചിറ പാർത്ഥൻ, മികച്ച കർഷകരായ NG പവിത്രൻ, R രഞ്ജിത്ത്, ചന്ദ്രിക വിജയൻ, കുഞ്ഞമ്മ തങ്കപ്പൻ, സോമൻ തൊണ്ടുകുഴി, MR രതീഷ്, രമ്യ ദേവൻ, TP ഗസീത എന്നിവരെയും വൃന്ദാവനം കൃഷിക്കൂട്ടം ഭാരവാഹികളെയും മന്ത്രി പൊന്നാട അണിയിച്ചും ഫലകം നൽകിയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷനായി. K ഫ്രാൻസിസ് ജോർജ് MP മുഖ്യ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ K മേനോൻ, വൈസ് പ്രസിഡന്റ് രശ്മി പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KR അജയ്, CT രാജേഷ്, PS ഷീനാമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗം KC മുരളീകൃഷ്ണൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ റെജിമോൾ തോമസ്, അസിസ്റ്റന്റ് ഡയറക്ടർ T ജ്യോതി, കൃഷി ഓഫീസർ നസിയ സത്താർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സിജോ ജോസ് പദ്ധതി വിശദീകരണം നടത്തി. ആത്മ പ്രൊജക്ട് ഡയറക്ടർ അബ്രഹാം സെബാസ്റ്റ്യൻ ആത്മ പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് നടന്ന സെമിനാറിൽ ക്രിസ് ജോസഫ്, ഡോക്ടർ സ്മിത രവി എന്നിവർ ക്ലാസ് എടുത്തു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.